ഇടുക്കിയിൽ നിന്ന് ജോസിൽ സെബാസ്റ്റ്യൻ കൂടി ചേരുമ്പോൾ ജോസിലേക്ക് പോവുകയാണ്. ജോസിൽ, ഇടുക്കി ജില്ലയും ഐക്യദാർഢ്യപ്പെടുന്നുണ്ട് പണിമുടക്കിനോട്. ജോസിന് പിറകിലുള്ള ദൃശ്യങ്ങൾ നിരത്ത് കാലിയാണ്. ഏത് രീതിയിലാണ് പണിമുടക്ക് മലയോര പ്രദേശങ്ങളിൽ ഇടുക്കിയിൽ? തീർച്ചയായിട്ടും വിനീഷ, ഇടുക്കി ജില്ലയുടെ പ്രത്യേകിച്ച് തൊടുപുഴയുടെ പ്രധാന ഐക്കണാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഗാന്ധി സ്ക്വയർ. ഈ ഗാന്ധി സ്ക്വയർ ഈ സമയമാകുമ്പോൾ ജനനിബിഡമാകേണ്ടതാണ്, വാഹനങ്ങൾ നിരവധി ഇവിടെ നിരക്കേണ്ടതാണ്. പക്ഷേ ഈ സമയമായിട്ടും വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. പ്രധാനമായിട്ടും ഇതിലെ കടന്നു പോകുന്നത് എയർപോർട്ടിൽ നിന്നുള്ള വാഹനങ്ങളാണ്. പിന്നെ ഇവിടെ സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് വാഹനങ്ങൾ കടന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക് എടുത്തു മാറ്റുന്നത് അടക്കും. അതുപോലെ ചില BMS യൂണിയനിൽപ്പെട്ട ഏതാനും ഓട്ടോകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതും ചില ഓട്ടോറിക്ഷകൾക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് പൊതുപണിമുടക്ക് വിജയിപ്പിക്കുക എന്ന ബോർഡ് വെച്ച് ഈ പൊതുപണിമുടക്കിൽ അതിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ അതിൻ്റെ അത്തരത്തിൽ കൊടിയും അതുപോലെ തന്നെ പോസ്റ്ററും ഒട്ടിച്ച ചില വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇവിടെ മറ്റ് വാഹനങ്ങളൊന്നും നിരത്തിലില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം എയർപോർട്ട് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊതുപണിമുടക്കിനോട് ജില്ല ഏതാണ്ട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം ഈ തൊടുപുഴ ലോ റേഞ്ച് മേഖലയിൽ മാത്രമല്ല, ഹൈറേഞ്ചിൻ്റെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല പ്രത്യേകിച്ച് തൊഴിലാളി മേഖലകൾ കൂടിയാണ്. ആ തൊഴിലാളി മേഖലയിലെല്ലാം വലിയ പ്രതിഷേധം ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. തോട്ടം തൊഴിലാളി മേഖലയിലടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. BMS ഒഴിച്ചുള്ള ബാക്കിയുള്ള പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ BMS ഒരു ശക്തിയേ അല്ല. അവിടെ CIT ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് നമുക്കറിയാം. CIT-ന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തൊടുപുഴയെ സംബന്ധിച്ചാണ് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ ഈ ജീവനക്കാരുടെ പ്രതിഷേധം രാവിലെ 9:30-ക്കാണ് ആരംഭിക്കുന്നത്. രാവിലെ 9:30-ക്ക് ഈ ഇപ്പോൾ ഫ്രെയിമിൽ കാണുന്ന തൊട്ടുപുറയിൽ കാണുന്ന സിവിൽ സ്റ്റേഷനിൽ നിന്ന് പ്രകടനം അവിടെ ആരംഭിക്കും. സിവിൽ സ്റ്റേഷനിൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ സംസ്ഥാന ജീവനക്കാർ ഈ പണിമുടക്കിനോട് അനുഭാവം പ്രകടിപ്പിച്ച് പണിമുടക്കും എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ NGO യൂണിയനും അതുപോലെ തന്നെ മറ്റ് സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ടെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത്. അത്തരത്തിൽ 9:30-ക്കാണ് അത്തരത്തിൽ അവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുന്നത്. 10 മണിയോടുകൂടി പൊതുപ്രകടനം ഞാനിപ്പോൾ നിൽക്കുന്ന ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുമെന്നാണ്. അതായത് എല്ലാ സംഘടനകളും പണിമുടക്കുമായി സഹകരിക്കുന്ന INTUC സെപ്പറേറ്റ് ആണ്. പക്ഷേ അതുപോലെ തന്നെ CIT അതുപോലെ തന്നെ NGO യൂണിയൻ FSCT അടക്കമുള്ള മറ്റ് ഇടതുപക്ഷ സംഘടനകളുടെ എല്ലാം പ്രകടനം ഈ ഗാന്ധി സ്ക്വയറിൽ നിന്ന് 10 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ചില സ്വകാര്യ വാഹനങ്ങളും എയർപോർട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്ന വാഹനങ്ങളും ഒഴിച്ച് ഈ നിരത്തിൽ വാഹനങ്ങളില്ല എന്നുള്ളതാണ്. കാരണം വലിയ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ പൂർണ്ണമായി ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ ഈ കരാർ കാഷ്വൽ നിയമനങ്ങൾ അത് ആണ് പൂർണ്ണമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കുക, ഈ പൊതുമേഖല സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ഈ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നുള്ള ഏറ്റവും കാലികമായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായി തന്നെ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിനീഷ, ശരി.